നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രണ്ട് പേജിൽ സർവ്വജനങ്ങളെയും ആകർഷിക്കത്തക്കവണ്ണം കൊടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയല്ല, ഒരു പ്രധാനപ്പെട്ട പരസ്യമാണ്. ദേശാഭിമാനി വളരെ അഭിമാനത്തോടെ അത് മുൻ പേജിൽ മുഴുവനായിട്ട് നൽകിയിട്ടുണ്ട്. മലയാള മനോരമ അത് മുൻ പേജിൽ മുഴുവനായിട്ട് നൽകിയതിനോടൊപ്പം തന്നെ മലയാള മനോരമയുടെ ഇടം ഒരു പ്രധാനപ്പെട്ട വാർത്തയ്ക്കായി കുറച്ച് കൊടുത്തിട്ടുണ്ട്. TP കേസ് ശിക്ഷയിളവ്, 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പേജ് 1 വാർത്തയുണ്ട്, പരസ്യം മാത്രമല്ല എന്നുള്ളത് ഫ്രണ്ട് പേജിൽ അവർ കാണിച്ചിട്ടുണ്ട്. ദേശാഭിമാനിക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളോ ഇടം കൊടുക്കലോ ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട് പേജ് മുഴുവനായിട്ട് അൽ മുക്താദിർ ജുവലറിയുടെ പരസ്യമാണ്. ഈ അൽ മുക്താദിർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അറിയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. വലിയ ലാഭത്തിൽ സ്വർണം കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഒത്തിരിയധികം സബ് ബ്രാൻഡുകളിൽ കൂടെയാണ് അവർ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. ഈ കോൺസെപ്റ്റിനെതിരായിട്ടുള്ള കുറേ ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ മറുനാടിനടക്കമുള്ള ചാനലുകൾ സൂരജ് പാലാക്കാരനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് വാർത്തകളും കാര്യങ്ങളൊന്നും കണ്ടില്ല. സ്വർണ്ണക്കടകൾ, സ്വർണ്ണ വ്യാപാരികൾ കാര്യമായി തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെതിരെ, ഈ ഒരു ബ്രാൻഡിനെതിരെയൊക്കെ രംഗത്ത് വരികയും അവരുടെ സ്വർണ്ണത്തിൽ എന്തോ ക്വാളിറ്റി പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. എന്താണെങ്കിലും അവർ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചകളാണ് പത്രങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. നേഷൻ ഫസ്റ്റ്, ഓൾവേസ് ഫസ്റ്റ്, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ലോഗമൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ പരസ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമുക്കറിയാവുന്ന കുറേയധികം ആളുകളൊക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ, മേയർ ശ്രീ M. വിൻസെന്റ്, ബഹുമാനപ്പെട്ട നിയമസഭാ അംഗം ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, GDGMMAയുടെ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ പരസ്യത്തിൽ കുത്തി നിറച്ച് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വ്യത്യസ്തതയാണ് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസിലേക്ക് എന്നെ ഒരിക്കൽ അട്രാക്ട് ചെയ്തത്. പിന്നീട് ഒന്നും കാണാൻ സാധിച്ചില്ല. ഏതായാലും മനോരമയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ദേശാഭിമാനി ഒരറ്റത്തേക്ക് മാറ്റിവെക്കാം. മനോരമയുടെ അകത്തുള്ള മുൻപേജിലേക്ക് വന്നു കഴിഞ്ഞാൽ TP കേസ് ശിക്ഷയിളവ്, 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, രക്ഷാപ്രവർത്തനം. പഴിയെല്ലാം ജയിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് സർക്കാർ, 4മതൊരു പ്രതിക്ക് കൂടി ഇളവ് നൽകാനുള്ള നീക്കം പുറത്ത്. TP കേസ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉന്നയിച്ചിരുന്നു. ആ ഒരു ആരോപണത്തിനകത്ത് പ്രത്യേകിച്ച് കഴമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഷംസീർ സ്പീക്കർ അത് തള്ളുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നാൽ ഇന്നലെ കൂടുതൽ തെളിവുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മനോരമ അതിനെ വളരെ കാര്യമായിട്ട് തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. അവരുടെ രണ്ടാമത്തെ ഫ്രണ്ട് പേജിൽ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി TP വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം വിവാദമായതോടെ പഴി ഉദ്യോഗസ്ഥരുടെ മേൽ ചാർത്തി തലയൂരാൻ സർക്കാർ നീക്കം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരുടെ പട്ടിക പോലീസ് റിപ്പോർട്ടിന് അയച്ച ജോയിന്റ് സൂപ്രണ്ടിനെയും പട്ടിക തയ്യാറാക്കിയ സെക്ഷനിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു നടപടി. എന്നാൽ TP കേസിലെ 4മതൊരു തടവുകാരനു കൂടി ഇളവ് നൽകാൻ നീക്കമുണ്ടായെന്ന് പ്രതിപക്ഷം ഇന്നലെ സഭയിൽ വെളിപ്പെടുത്തിയതോടെ സർക്കാരിന്റെ വാദങ്ങൾ പൊളിഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി നൽകിയ മന്ത്രി MB രാജേഷിന് പ്രതിപക്ഷത്തിന്റെ ഈ അപ്രതീക്ഷിത ആരോപണത്തെ ചെറുക്കാനായില്ല. ജയിലിൽ കഴിയുന്ന CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജിന്റെ ശിക്ഷ ഇളവിന് വേണ്ടി പോലീസ് ബുധനാഴ്ച KK രമയുടെ മൊഴിയെടുത്തെന്ന വിവരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെളിപ്പെടുത്തിയത്. ഇതോടെ TP കേസിലെ തടവുകാർക്ക് ഇളവ് നൽകാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടായെന്ന ആരോപണം ശക്തമായി. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ്, എത്ര മനോഹരമായിട്ടുള്ള പേര്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളെ ഹൈക്കോടതി വിധിയും നിയമവും മറികടന്ന് വിട്ടയക്കാനാണ് സർക്കാർ നീങ്ങുന്നതെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രമ ചൊവ്വാഴ്ച നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതോടെ ഇന്നലെ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചു. TP കേസ് കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു മന്ത്രി MB രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തെറ്റായി മറുപടി നൽകിയത്. സ്പീക്കർ കണ്ടില്ല, സർക്കാർ കണ്ടു. TP കേസിലെ തടവുകാരെ വിട്ടയക്കാൻ നീക്കം നടന്നിട്ടില്ലെന്ന് വ്യക്തമായെന്ന പരാമർശത്തോടെയാണ് രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തള്ളിയത്. ഒരു നീക്കവും നടന്നിട്ടില്ലെന്ന നിലപാടിൽ നിന്ന് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ സർക്കാരിന്റെ ഒളിസുകളി വ്യക്തമായി. MLA KK രമയുടെ പ്രതികരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 7:37 കോവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എൻ്റെ മൊഴിയെടുത്തത്. ട്രൗസർ മനോജൻ എന്നയാൾക്ക് ശിക്ഷയിളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുന്നതിനാണ് മൊഴിയെടുക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ശിക്ഷയിളവിന് നീക്കമില്ലെന്ന് ജയിൽ DGPയും സ്പീക്കറും വ്യക്തമാക്കിയതിന് ശേഷവും ട്രൗസർ മനോജിന് വേണ്ടി പോലീസ് മൊഴിയെടുത്തതിൽ നിന്ന് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ നീക്കം വ്യക്തമാണ്. KK രമ MLA. 2020 ലോകകപ്പ് ഇന്ത്യ ഫൈനലിൽ. ബഹിരാകാശ നിലയത്തിനരികെ റഷ്യൻ ഉപഗ്രഹവും പൊട്ടിത്തെറിച്ചു. ആ ഒരു വാർത്തയോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുനിത വില്യംസിന്റെ തിരിച്ചുവരവ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. ഇനി അതിന്റെ താഴെയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പാർലമെന്റിൽ നിന്ന് കണ്ട വാർത്തയുടെ തുടർച്ചയുണ്ട്. അടിയന്തരാവസ്ഥ പരാമർശിച്ച് രാഷ്ട്രപതി മുർമുവും
ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം, ഭരണഘടന എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇത്തവണ പ്രതിപക്ഷമാണ് കാര്യമായിട്ട് തന്നെ ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം അങ്ങടേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ഭരണപക്ഷത്തിന്. അവരതിൻ്റെ പിറകെ കയറി തൂങ്ങി വെൽ പ്രിപ്പയർഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിമർശനങ്ങൾ, പരാതികൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്കെതിരെ സ്ട്രോങ് ആയിട്ട് എടുത്തിടുകയായിരുന്നു ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഭരണപക്ഷം കാര്യമായിട്ട് തന്നെ ചെയ്യും. അത്തരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അടിയന്തരാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ചില രീതികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓം ബിർളയും ഇപ്പോൾ രാഷ്ട്രപതിയുമൊക്കെ അതിൻ്റെ ആ ഒരു പിറകെ തന്നെയാണ് പ്രസ്താവനകൾ ഇറക്കുന്നത്. ഓം ബിർളയെ അഭിനന്ദിച്ച് മോഡി കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ പ്രതിഷേധത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ കോളം കൊടുത്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അപലപിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തിയ സ്പീക്കർ ഓം ബിർളയുടെ നടപടിയിൽ കോൺഗ്രസ് ശക്തമായ വിയോജിപ്പ് അറിയിച്ചു. പരാമർശത്തിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും ഒഴിവാക്കാമായിരുന്നുവെന്നും ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്പീക്കർ നടത്തിയ രാഷ്ട്രീയ പരാമർശം പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് ബിർളയ്ക്ക് അയച്ച കത്തിൽ KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയം നേടിയെന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി. സ്പീക്കർക്ക് പിന്നാലെ അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങൾ രാഷ്ട്രപതിയും പാർലമെന്റിൽ പരാമർശിച്ചു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതിന്റെ പിറ്റേന്ന് ചേർന്ന പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇതേ വിഷയം പരാമർശിച്ചത്. 1975 അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തിന്റെ ഏറ്റവും വലുതും ഇരുൾ നിറഞ്ഞതുമായ അധ്യായമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കോൺഗ്രസ് അംഗങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇതിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിലവിലെ സർക്കാർ ഭരണഘടനയെ ഭരണ നിർവഹണത്തിനുള്ള ഉപാധിയായി മാത്രമല്ല കാണുന്നത്, പൊതുബോധത്തിന്റെ ഭാഗമാകുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. 370 വകുപ്പ് മൂലം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിലനിന്നിരുന്ന ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഭരണഘടന പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നുവെന്നും രാഷ്ട്രപതി അവകാശപ്പെട്ടു. ജമ്മു കാശ്മീരിലെ അവസ്ഥയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയുന്ന സമയത്തും ഭരണഘടനാ സംരക്ഷണം അവിടെ വന്നെന്നും ഭരണഘടന അവിടെ പ്രാബല്യത്തിൽ പൂർണ്ണമായി വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഭാഗം സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഏകദേശം വിജയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ശിക്ഷ ഉറപ്പാക്കുമെന്ന് രാഷ്ട്രപതി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഡൽഹിയിലൊക്കെ നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തലിനെയൊക്കെ വളഞ്ഞിട്ടടിച്ചു എന്നുള്ള വാർത്തയും പത്രത്തിൽ പ്രധാനപ്പെട്ടതായി കൊടുത്തിട്ടുണ്ട്. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ബോംബ് ആക്രമണം കനത്തു. ഗാസ സിറ്റിയിൽ നിന്ന് കൂട്ടപ്പലായനം. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപ്പലായനം തുടങ്ങി. തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹായരായ പലസ്തീൻ കുടുംബങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ്. ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപ്പലായനം. 24 മണിക്കൂറിൽ 47 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 16 സൈനികർക്ക് പരിക്കേറ്റു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു. ഇതിനിടെ ഇസ്രയേലിൽ തീവ്ര യാഥാസ്ഥിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന് ആണ് സമരക്കാരുടെ നിലപാട്. ടൈറ്റിൽ ഏരിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ജിയോ മൊബൈൽ ചാർജ് കൂട്ടി, മറ്റുള്ളവരും പിന്നാലെ. ഞാൻ വാർത്തയിലേക്ക് പോയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തുക കൂട്ടിയിട്ടുണ്ട്. കലിവർഷം എന്നുള്ള പേരിൽ മഴക്കാലക്കെടുതികളെ കുറിച്ചിട്ട് അകത്ത് വാർത്തകളുണ്ട്. ഇത് തിരുവനന്തപുരം ഈ ഒരു എഡിഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മഴക്കെടുതികളെ കുറിച്ചിട്ടാണ് ഇതിലുള്ളത്. 19 വീടുകൾ തകർന്നു, വൻ കൃഷിനാശം, 1.41 കോടിയുടെ കൃഷിനാശം. പടിഞ്ഞാറെ കോട്ടയുടെ കവാടത്തിന് കേടുപാടുകൾ സംഭവിച്ച ഒരു വാർത്തയും അതിൻ്റെ ഫോട്ടോയും നൽകിയിട്ടുണ്ട്. ചുണ്ണാമ്പ് ചേർത്ത സുർക്കി മിശ്രിതമൊക്കെ വെച്ചിട്ട് തന്നെയാണെന്ന് തോന്നുന്നു അതും തേച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മിശ്രിതമൊക്കെ റെഡിയാക്കാൻ വേണ്ടി 1-2 ആഴ്ച സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്തിന് ശേഷം ഇതേ മിശ്രിതം വെച്ചിട്ട് തന്നെ അത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ക്വാറി ഉടമയുടെ കൊലപാതകത്തിലെ പ്രതി അറസ്റ്റിൽ. ക്വാറി ഉടമ തന്നെ തനിക്ക് കൊല്ലാനുള്ള കൊട്ടേഷൻ തന്നു എന്നൊക്കെയാണ് പ്രതി അമ്പിളി, ഇപ്പോൾ നിലവിലെ പ്രതി എന്ന് കരുതി അറസ്റ്റ് ചെയ്തിരിക്കുന്ന അമ്പിളി പറയുന്നത്. രാജ്യത്ത് മൊബൈൽ നിരക്ക് വർധനയ്ക്ക് തുടക്കമിട്ട് ജിയോ, എയർടെലും വൊഡാഫോൺ ഐഡിയയും ഉടൻ കൂട്ടിയേക്കും. അപ്പോൾ പ്രതിമാസം 155 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 2 GB ഡാറ്റ ഇനി 189 പോകും. 3 GB പ്രതിദിനം നമുക്ക് ലഭിച്ചിരുന്ന
399 ഡാറ്റ പാക്ക് 449 പോകും. 239 ആണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. 1.5 GB പ്രതിദിനം 299 പോകും. സ്വൈപ്പിംഗ് മെഷീനുകളിൽ നിന്നിട്ട് മറ്റേ മാഗ്നറ്റിക് സ്ട്രിപ്പുള്ള ആ ഒരു കാർഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മറ്റേ ചിപ്പ് കാർഡുകൾ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാഗ്നറ്റിക് സ്ട്രൈപ്പുകളാണെന്നുണ്ടെങ്കിൽ റോബിൻഹുഡിനകത്തെ മറ്റേ പൃഥ്വിരാജ് ഉണ്ടാക്കിയതുപോലെയുള്ള വ്യാജ കാർഡുകൾ ഉണ്ടാക്കി അടിച്ചു മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടെത്തൽ. എഡിറ്റോറിയൽ പേജിൽ മാന്യു മൈത്രി എന്നുള്ളൊരു കോളമുണ്ട്. പ്രതിവാദം സുധാ മേനോൻ കൈകാര്യം ചെയ്യുന്നതാണ്. ഭരണഘടനയിലെ മൈത്രി എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതിൻ്റെ പ്രാധാന്യമൊക്കെ ഓർമ്മിപ്പിക്കുകയും ആ ഒരു വീട് അതിൻ്റെ മനോഹാരിത ഒക്കെ കൈമോശം വന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു കോളത്തിലുള്ളത്. ഞാൻ വായിച്ചിരുന്നു. പോലീസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ത്? വേണം ആൾ ശക്തി, ആവാം ജനാഗ്രഹ മാതൃക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മനോരമ കൈകാര്യം ചെയ്യുന്ന ഒരു പരമ്പരയാണ് കേരള പോലീസ് സേനയുടെ ഒരു സ്ട്രെസ്സിനെ കുറിച്ചിട്ടും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഒക്കെ. നിരവധി ആത്മഹത്യകൾ പോലീസ് സേനയിൽ നിന്നിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. എന്താണ് റിയൽ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു 90% കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പരമ്പരകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പല ആളുകളും സൈക്കാട്രിസ്റ്റുകൾ, അതേപോലെ തന്നെ പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ, മുൻ DGP-മാരുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ പ്രതികരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. TP കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിനുള്ള ആലോചന ഉണ്ടായിരുന്നില്ല എന്നുള്ള ഭരണപക്ഷത്തിൻ്റെ വാദങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തെളിവുകളാണ് നമുക്ക് അകത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. TP കേസിലെ കുറ്റവാളികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷവും ഇവരെ ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ജയിൽ ആസ്ഥാനത്ത് നേരത്തെ അറിഞ്ഞു. ഹൈക്കോടതി വിധി വന്നത് ഫെബ്രുവരിയിലാണ്. കഴിഞ്ഞ മെയ് 30 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നിട്ട് ജയിൽ ആസ്ഥാനത്തെത്തിയ പട്ടികയിലും TP കേസിലെ കുറ്റവാളികൾ ഉണ്ടായിരുന്നു. കോടതി വിധിക്ക് ശേഷവും പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടത് ജയിൽ ആസ്ഥാനത്ത് ഉന്നതർ അറിഞ്ഞിട്ടും ഇടപെട്ടില്ലെന്നത് ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഗൂഢതാൽപര്യം വ്യക്തമാക്കുന്നു. സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. 70 മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ വൈകില്ല. ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിക്ക് സാധ്യത പഠനം. രാഷ്ട്രപതി പറയാതിരുന്ന കാര്യത്തെക്കുറിച്ചിട്ട് മനോരമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വനിതാ സംവരണ നിയമത്തിലൂടെ വനിതകൾ ശാക്തീകരിക്കപ്പെട്ടുവെന്ന് രാഷ്ട്രപതി, എന്നാൽ നിയമം എപ്പോൾ നടപ്പാക്കുമെന്ന് പറഞ്ഞില്ല. മുടങ്ങിപ്പോയ സെൻസസ് എപ്പോൾ നടക്കുമെന്ന് പറഞ്ഞില്ല. പ്രതിരോധ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദമായ പരാമർശമുണ്ടെങ്കിലും വിവാദമായ അഗ്നിപത് പദ്ധതിയെ പരാമർശിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലുണ്ടായ വർദ്ധിച്ച പങ്കാളിത്തത്തിന് രാഷ്ട്രപതി ജനങ്ങളെ അഭിനന്ദിച്ചു. എന്നാൽ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി എപ്പോൾ തിരികെ നൽകുമെന്ന് പറഞ്ഞില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുസ്ഥിര സമാധാനത്തിന് സർക്കാർ നിരന്തരം ശ്രമിക്കുന്നുവെന്ന് പറയുമ്പോഴും മണിപ്പൂരിലെ സ്ഥിതിയെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല. മനോരമയുടെ നടുത്തളം കോളത്തിൽ KB ഗണേഷ് കുമാർ, മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവർ തമ്മിലുള്ള ഒരു പിണക്കത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ചില മൗനങ്ങൾ ചിലർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് എന്ന ആപ്തവാക്യം സഭയിൽ പ്രാവർത്തികമാക്കിയത് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ആണ്. അദ്ദേഹം സംസാരിച്ചില്ലെന്നല്ല, ഏതാനും മാസം മുൻപ് വരെ വഹിച്ച വകുപ്പിനെ കുറിച്ച് കൂടി നടന്ന ചർച്ചയിൽ അതൊഴിച്ച് മറ്റെല്ലാം പറഞ്ഞു. തനിക്ക് ശേഷം KB ഗണേഷ് കുമാർ എന്ന മന്ത്രി KSRTCയുടെ സ്റ്റിയറിംഗും തിരിച്ച് തൊട്ടടുത്തങ്ങ് ഇരിക്കുന്നുണ്ടെന്ന് പോലും ഭാവിച്ചില്ല. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ അറസ്റ്റ് ചെയ്ത വാർത്തയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായിട്ടുള്ള മഴ. പട്ടാള അട്ടിമറി ശ്രമം തകർത്ത് ബൊളീവിയ. അത് വലിയ കാര്യമായിട്ടുള്ള വാർത്തയായിട്ട് ദേശാഭിമാനിയിലുണ്ട്. അതിലേക്ക് പോവാം. പ്രവേശന പരീക്ഷയ്ക്ക് പുതിയ രീതി ആലോചിച്ച് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പല തവണയായിട്ട് ഓൺലൈനിൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. +1 സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെന്നൈ മെട്രോയിൽ ഡിപ്ലോമയും ജോലിയും. ബിടെക്കും ഗേറ്റ് സ്കോർ നേടിയവർക്ക് IIT മദ്രാസിൽ 1 വർഷം പഠിച്ച് PG ഡിപ്ലോമ ഇൻ മെട്രോ റെയിൽ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് യോഗ്യത നേടാം. പഠനകാലത്ത് 30,000 രൂപ മാസ സ്റ്റൈപ്പൻഡും തുടർന്ന് ചെന്നൈ മെട്രോയിൽ 5 വർഷത്തേക്ക് 62,000 രൂപയെങ്കിലും മാസ ശമ്പളത്തോടെ അസിസ്റ്റന്റ് മാനേജറായി നിയമനവും ലഭിക്കും. രാജസ്ഥാനിൽ മരിച്ച ജവാനായ മൃതദേഹം അഴുകിയ നിലയിൽ നാട്ടിലെത്തിച്ചതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്തയൊക്കെ ഉണ്ട്. DNA പരിശോധനയൊക്കെ വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായിട്ടുണ്ട്. മനോരമയുടെ പിൻ പേജ് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ നികുതി വെട്ടിപ്പ്, 60 കോടിയുടെ ക്രമക്കേട്. എന്തൊരു നീട്ടലാണ് സജി, കേട്ടുമെടുത്തുവെന്ന് മന്ത്രി സജി ചെറിയാനോട് സ്പീക്കർ. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം ചുരുക്കാൻ പലതവണ സ്പീക്കർ പറഞ്ഞിട്ട് അനുസരിക്കാതെ മന്ത്രി സജി ചെറിയാൻ. അതുകൊണ്ട് അതിനുശേഷം മതസ്വാതന്ത്ര്യ റിപ്പോർട്ട്, ഇന്ത്യയെ വിമർശിച്ച US നേതൃത്വം, മതം മാറ്റ വിരുദ്ധ നിയമങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും പെരുകുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. രാജ്യാന്തര ബ്രാൻഡഡ് വാച്ചുകളുടെ 9100 വ്യാജ പതിപ്പുകൾ പിടിച്ചു. കൊച്ചിയിലും മലപ്പുറത്തുമായി 8 സ്ഥാപനങ്ങളിൽ ഒരേ സമയം പരിശോധന.
ചൈന നിർമ്മിത ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകളെയും സൺഗ്ലാസുകളെയും വൻശേഖരം കസ്റ്റംസും പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. ഇതൊക്കെ പിടിക്കുന്ന സംഭവമായിരുന്നല്ലേ. ഇൻസ്റ്റഗ്രാമിൽ കൂടെ ലക്ഷറി ബ്രാൻഡുകളുടെ ഫസ്റ്റ് ക്വാളിറ്റി കോപ്പി എന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. എനിക്കൊരു ദിവസം വിഷമമായി. നമ്മൾ വലിയ വില കൊടുത്ത് ഒരു വാച്ച് വാങ്ങിച്ചിട്ട് ഞാൻ നോക്കിയപ്പം അതേ 1500 രൂപയ്ക്ക് ആ വാച്ച് ഇൻസ്റ്റഗ്രാമിൽ കൂടെ സെയിൽ ചെയ്യുന്നു. എന്താണെങ്കിലും അത് പിടിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയത് നന്നായി. കച്ചവടക്കാരുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല പരിപാടിയാണ്, ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത്. ചില നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. നിലപാടിലെ ധീരത. അരുന്ധതിക്ക് പെൻ പിൻഡർ. ഇന്ത്യയെക്കുറിച്ചാണ് മുഖ്യ ശ്രദ്ധയെങ്കിലും അരുന്ധതി രാജ്യാന്തര ചിന്തകയാണെന്ന് പുരസ്കാര സമിതി. അചഞ്ചലമായ ധീരത, ആടിയുലയാത്ത നിലപാടുകൾ. ബ്രിട്ടീഷ് നാടകകൃത്ത് ഹാരൾഡ് പിൻഡറുടെ നോബൽ പ്രസംഗത്തിൽ നിന്നുള്ള മനോഹര വാക്കുകൾ ഉദ്ധരിച്ച് പെൻ പിൻഡർ പ്രൈസ് വിധികർത്താക്കൾ പറഞ്ഞത് മാത്രം മതി അരുന്ധതി റോയിയുടെ രചനകളെയും ആക്ടിവിസത്തെയും നിർവചിക്കാൻ. ഇനി സർക്കാരിന്, ഭരണപക്ഷത്തിന് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നോക്കാം. മനോരമയിൽ നിന്ന് വായിച്ച വാർത്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ന്യായവാദങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടത് നമ്മളുടെ അവകാശമാണ്. ശോകമുഖമായി മുളമ്പള്ളി ഹൗസ്, ക്വാറി ഉടമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റേ പരസ്യ പേജിന് പിറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ ഭൂമി തരം മാറ്റം വേഗത്തിലാക്കും. അത് മനോരമ അവസാനത്തെ പേജിൽ കൊടുത്താണ്. ഇത് ഭരണപക്ഷത്തിൻ്റെ കുറച്ചും കൂടെ നേട്ടമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പുതിയ സംവിധാനം ജൂലൈ 1 മുതൽ. അപേക്ഷകൾ 71 ഉദ്യോഗസ്ഥർക്ക് കൈകാര്യം ചെയ്യാനാകും. ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാൻ 68 ജൂനിയർ സൂപ്രണ്ടുമാരുണ്ടാവും. 181 ക്ലർക്കുമാരുണ്ടാവും. നിലം എന്നത് ഭൂരേഖകളിൽ പുരയിടം എന്ന നിയമത്തിലെ നിബന്ധനകൾക്ക് വിധേയമായി മാറ്റുന്നതാണ് ഭൂമി തരം മാറ്റൽ. പണ്ടേ തന്നെ പുരയിടമായി മാറിയ ഭൂമി രേഖകളിൽ നിലം എന്നാണ് ഉള്ളതെങ്കിൽ ഈ നടപടി വഴി അത് പുരയിടമാകും. തരം മാറ്റിയ ഭൂമി എന്ന് രേഖപ്പെടുത്തിയാകും നൽകുക. ഈ തരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമുക്ക് ഈ നിലം ആണ് എന്നുണ്ടെങ്കിൽ, കൃഷിയിടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറ്റില്ല, വീടൊക്കെ പണിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ തരം മാറ്റം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് വളരെയധികം വേഗത്തിൽ ഉറപ്പാക്കേണ്ട സംഗതിയാണ്. പിന്നെ ചിലയിടത്ത് ഈ തരം മാറ്റി കൊടുക്കുന്ന സംഘങ്ങളുണ്ടെന്ന് തോന്നുന്നു. വഴിയിലൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം, ഭൂമി തരം മാറ്റി കൊടുക്കുന്നു. കേരള ബാങ്ക് ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട് കാണും. ബാങ്കിൻ്റെ ഗ്രേഡ് കുറച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രേഡ് കുറച്ചത് നബാർഡ് നടപടി രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതാണ് നമുക്ക് ദേശാഭിമാനിയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ ഗ്രേഡ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് അതൊന്നും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അവകാശവാദം ഇന്നലെ ദേശാഭിമാനിയിലുണ്ടായിരുന്നു. വലിയ വലിയ പേഴ്സണൽ ലോൺ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കേരള ബാങ്കിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കളെ ബാധിക്കുന്ന തരത്തിലേക്കായിട്ട് എനിക്കും തോന്നിയില്ല. വാട്ടർ തീം പാർക്കുകളിലും നീന്തൽ കുളങ്ങളിലും ക്ലോറിനേഷൻ നിർബന്ധം. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജൂലൈയിൽ പ്രത്യേക കർമ്മ പദ്ധതി. തിരുവനന്തപുരത്തൊക്കെ ഡെങ്കിപ്പനി പടരുന്നു എന്നുള്ള വാർത്ത കേട്ടിരുന്നു. പിന്നെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടിരുന്നു. ഒരു കുട്ടിയുടെ ജീവൻ എടുത്തിരുന്നു. അപ്പോൾ ഈ ജലാശയങ്ങളിലൊക്കെയുള്ള സുരക്ഷ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. KSRTCയിൽ 6 മാസത്തിനകം സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണം. ടിക്കറ്റുകൾ കറൻസി രഹിത ഇടപാടിലേക്ക് മാറ്റും. വാഹനം പൊളിക്കൽ ടെൻഡർ ഉടൻ. പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ റൂട്ട് ഫോർമുലേഷൻ മന്ത്രി. തമിഴ്നാട്ടിൽ KSRTC ബസ്സുകളെ കാര്യമായി തന്നെ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. തിരിച്ചും പിഴ ഈടാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമുണ്ട് കേട്ടോ. ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ചുവടിനായി ഒരുങ്ങാം. 558.68 കോടിയുടെ അത്യാധുനിക സംവിധാനങ്ങൾ. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഒരുമിപ്പിക്കും. 31 അക്കാദമിക് കോഴ്സുകൾ. ചൂഷണം അവസാനിപ്പിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിലെ അവയവമാറ്റ രംഗത്തെ കൊടിയ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ജനകീയ ലക്ഷ്യമാണ് കോഴിക്കോട് സ്ഥാപിക്കുന്ന ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2 ഘട്ടങ്ങളിലായാണ് ഈ ആശുപത്രി സ്ഥാപിക്കുക. ഹൈറ്റ്സ് ആണ് നിർവഹണ ഏജൻസി. ഇവർ സമർപ്പിച്ച 558.68 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്നതിന് ബുധനാഴ്ച സർക്കാർ ഭരണാനുമതി നൽകി. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഒരുമിപ്പിക്കും. കോർണിയ, വൃക്ക, കരൾ, കുടൽ, പാൻക്രിയാസ്, ഹൃദയം, ശ്വാസകോശം, മജ്ജ, സോഫ്റ്റ് ടിഷ്യൂ, കൈകൾ, എല്ല് മാറ്റിവെക്കൽ എന്നിവ സാധ്യമാകും. 31 അക്കാദമിക് കോഴ്സുകൾ ആരംഭിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു കോളം ഇവിടെയുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഉന്നയിക്കുന്നത് മറ്റേ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടല്ല, ഭരണ നേട്ടമെന്ന നിലയിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഇല്ലാത്ത കാര്യങ്ങളുടെ ആവർത്തനമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൊണ്ട് വായിപ്പിച്ച പ്രസംഗം.
തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിൽ പ്രതിസന്ധി തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളെ ഒന്നും പരാമർശിച്ചില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച മാത്രമാണ് ഈ സർക്കാരെന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും വ്യക്തമാകുകയാണ് ഇതിലൂടെ. പട്ടാള അട്ടിമറി നീക്കം ജനകീയ പിന്തുണയോടെ വീണ്ടും പരാജയപ്പെടുത്തി ബൊളീവിയ. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി പിടിച്ചെടുക്കാനുള്ള സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം ജനങ്ങൾ ഇരച്ചെത്തി ചേർത്തതോടെ പാളി. ജനാധിപത്യം കവരാൻ അനുവദിക്കില്ലെന്ന് മുദ്രാവാക്യം മുഴക്കി 10,000-കണക്കിന് തൊഴിലാളികളും യുവജനങ്ങളുമാണ് ഇടതുപക്ഷ സർക്കാരിനെ കാക്കാൻ ഇരച്ചെത്തിയത്. അട്ടിമറി പരാജയപ്പെടുത്തിയ നാട്ടുകാർക്ക് പ്രസിഡന്റ് ലൂയിസ് അർസെ നന്ദി പറഞ്ഞു. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു അമർത്യ സെൻ. പാർലമെന്റിൽ നിന്ന് മോദിയുടെ ചെങ്കോൽ എടുത്തു മാറ്റണം എന്ന് സമാജ്വാദി പാർട്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാപിച്ച ചെങ്കോൽ രാജാധികാരത്തിന്റെ അടയാളമാണെന്നും ഉടൻ നീക്കണമെന്നും സമാജ്വാദി പാർട്ടി. ഇക്കാര്യം ആവശ്യപ്പെട്ട് SP MP RK ചൗധരി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. ഭരണഘടന ജനാധിപത്യത്തിന്റെ പ്രതീകവും ചെങ്കോൽ രാജവാഴ്ചയുടെ പ്രതീകവുമാണ്. രാജഭരണം അവസാനിപ്പിച്ച് രാജ്യം സ്വതന്ത്രമായതാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ചെങ്കോൽ പാർലമെന്റിൽ നിന്ന് നീക്കണം. പകരം ഭരണഘടനയുടെ വലിയ മാതൃക സ്ഥാപിക്കണമെന്നും ചൗധരി ആവശ്യപ്പെട്ടു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളായി ഉണ്ടായിരുന്നത്. നിങ്ങളറിഞ്ഞ മാധ്യമ വാർത്തകൾ ഇതിൽ ഉൾപ്പെടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ പൂർണ്ണമാവട്ടെ. നന്ദി.